വെൽക്കം ടു ബയോ ക്ലാസ്. ഞാൻ അജിത സി ജെ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുന്ന പോർഷനാണ്. നമുക്കറിയാം ഡൈജഷൻ കഴിഞ്ഞിട്ട് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്ന പോർഷനാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഷുഗർ അബ്സോർബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. ഷുഗേഴ്സ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് അബ്സോർബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. പ്രോട്ടീൻ എങ്ങനെയാണ് അബ്സോർബ് ചെയ്യണതെന്ന് പഠിക്കണം. ഫാറ്റ്, കൊളസ്ട്രോള്, ന്യൂട്രിയൻസ്, വാട്ടർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് അബ്സോർബ് ചെയ്യണതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇതെല്ലാം ഡിഫറെൻറ്റ് ലെവലിലാണ് അബ്സോർബ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് രീതിയിലാണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ പഠിക്കാനായി പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് അബ്സോർപ്ഷൻ ഓഫ് ഷുഗർ ആണ്. ഷുഗേഴ്സ് മോസ്റ്റ്ലി അബ്സോർബ് ചെയ്യുന്നത് ബൈ ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. അപ്പം ഇവിടെ വളരെ കുറവ് മാത്രം ഷുഗേഴ്സാണ് പാസീവ് ട്രാൻസ്പോർട്ടിലൂടെ അബ്സോർബ് ചെയ്യുന്നത്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടും പാസീവ് ട്രാൻസ്പോർട്ടും എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസ്പോർട്ടാണ്. പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് എനർജിയാണ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പാസീവ് ട്രാൻസ്പോർട്ട് നടത്തുന്നത്. അപ്പോൾ ഹയർ ടു ലോവർ ആണ് വരുന്നത്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ എങ്ങനെയാണ് വരിക? ലോവർ ടു ഹയർ ആണ് വരിക. അപ്പം ഇനി പാസീവ് ട്രാൻസ്പോർട്ടിലൂടെ ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത് മോണോസാക്രൈഡ്സ് ആണ്. പാസീവ് ട്രാൻസ്പോർട്ടിലൂടെ ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത്. ഇനി ഡൈസാക്രൈഡ്സ് only very scarcely absorbed, and polysaccharides are absorbed to the lumen of the epithelial cells by active transport as a sugar phosphate. Within these cells, sugar phosphate get hydrolyzed back to sugars. അപ്പം കൂടുതലായിട്ടും ഡൈസാക്രൈഡ് ആയാലും പോളിസാക്രൈഡ് ആയാലും അബ്സോർബ് ചെയ്യുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ്. അതൊരു ഷുഗർ ഫോസ്ഫേറ്റ് ആയിട്ടാണ് അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ഷുഗർ ഫോസ്ഫേറ്റ് സെല്ലിൻ്റെ ഉള്ളിൽ എത്തിക്കഴിയുമ്പോൾ അവർ തിരിച്ച് ഷുഗേഴ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി also disaccharides are further hydrolyzed to monosaccharides with the help of intracellular disaccharides. അപ്പോൾ intracellular disaccharides എന്ന് പറയുന്ന എൻസൈം വെച്ചിട്ട് ഈ ഡൈസാക്രൈഡ്സ് മോണോസാക്രൈഡ്സ് ആയിട്ട് മാറുന്നുണ്ട്. മോണോസാക്രൈഡ് ദെൻ പാസീവ്ലി ഡിഫ്യൂസ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. അപ്പം മോണോസാക്രൈഡ്സ് ആയിട്ടാണ് കൂടുതലായിട്ടും അബ്സോർപ്ഷൻ നടക്കുന്നത്. മോണോസാക്രൈഡ്സ് എന്താണെന്ന് അറിയാലോ അല്ലെ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അതുപോലെ തന്നെ ഗാലക്ടോസ് ഒക്കെയാണ് മോണോസാക്രൈഡ്സിലേക്ക് വരുന്നത്. നമ്മൾ ബയോകെമിസ്ട്രി എടുക്കുമ്പോൾ കുറച്ചും കൂടിയും ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം മോണോസാക്രൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലോവർ ഷുഗേഴ്സ് ആണ്, ലോവർ ലെവൽ ഷുഗേഴ്സ് ആണ്. അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് ഷുഗേഴ്സ് ആണ് മോണോസാക്രൈഡ്സ് എന്ന് പറയുന്നത്. Okay, then active absorption of sugars is almost always coupled with the active transport of sodium. അപ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ട ഒരു കാര്യമാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് സോഡിയം. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് സോഡിയത്തിൻ്റെ സോഡിയവുമായിട്ട് ചേർന്നിട്ടാണ് ആക്റ്റീവ് അബ്സോർപ്ഷൻ ഓഫ് ഷുഗേഴ്സ് നടക്കുന്നത്. അപ്പോൾ പാസീവ് അബ്സോർപ്ഷൻ വളരെ കുറവായിട്ടാണ് നടക്കുന്നത്. ഈ പാസീവ് അബ്സോർപ്ഷൻ തന്നെ മോണോസാക്രൈഡ്സിലാണ് കൂടുതൽ ഹെൽപ്പ് നടക്കുന്നത്. ഇനി ഡൈസാക്രൈഡ്സ് ആണെങ്കിൽ അതിനെ മോണോസാക്രൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് പാസീവ് അബ്സോർപ്ഷൻ നടക്കുന്നത്. പക്ഷെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അങ്ങനെ ഒറ്റയ്ക്ക് നടത്താൻ പറ്റില്ല, അത് എനർജി ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എപ്പോഴും സോഡിയവുമായിട്ട് കപ്പിൾഡ് ആയിട്ടാണ് നടത്തുന്നത്, സോഡിയവുമായിട്ട് ചേർന്നിട്ടാണ് നടത്തുന്നത്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് എ സോഡിയം ഡിപ്പെൻഡൻറ്റ് കരിയർ മെക്കാനിസം. ഓക്കെ, അപ്പോൾ ഒരു സോഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കരിയർ മെക്കാനിസത്തിലൂടെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് ഷുഗേഴ്സ് നടക്കുന്നത്. സോഡിയം probably activate ATPase, thereby accelerate ATP hydrolysis to provide energy for the active transport. അപ്പം നമുക്കറിയാം സോഡിയം പൊട്ടാസ്യം പമ്പ് അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ ഒരു ആക്ടിവിറ്റി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ സോഡിയം എന്താ ചെയ്യുന്നത്? ATPase എന്ന് പറയുന്ന എൻസൈമിനെ ആക്സിലറേറ്റ് ചെയ്യും. ഇത് ATPയുടെ ഹൈഡ്രോളിസിസ് നടക്കും. ATPയുടെ ഹൈഡ്രോളിസിസ് നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എനർജിയാണ് പുറത്തേക്ക് വരിക. അപ്പോൾ ATPയുടെ ഹൈഡ്രോളിസിസ് നടക്കുന്ന ഈ എനർജി യൂസ് ചെയ്തിട്ടാണ് ഷുഗേഴ്സിൻ്റെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇൻ ഹ്യൂമൻ ബീയിങ്സ്, disaccharides such as maltose, lactose, sucrose are degraded to monosaccharides during their absorption through the epithelium of the villi. Okay, then they are very rarely broken into intestinal lumen.
since the enzyme maltase, lactase, sucrase are seen to be present in brush border cells. അപ്പം ഇവിടെ നമുക്കറിയാം ഡൈസാക്രൈഡ്സ് ആയിട്ടുള്ള മാൾട്ടോസും ലാക്ടോസും സുക്രോസും ഒക്കെ മോണോസാക്രൈഡ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമുകളാണ് മാൾട്ടേസ്, ലാക്ടേസ്, സുക്രേസ്. നമ്മൾ ഡൈജഷൻ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. മാൾട്ടേസും സുക്രേസും ലാക്ടേസും ഒക്കെ എന്താ ചെയ്യുന്നത്, ഡൈസാക്രൈഡ്സിനെ മോണോസാക്രൈഡ്സ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. The glycocalyx of the cells prevent the monosaccharides from leaking back to the intestinal lumen. Okay, അപ്പോൾ ഇവിടെ ബ്രഷ് ബോർഡേഡ് സെൽസ് ഓഫ് ഇൻഡസ്റ്റൈനിലാണ് മെയിനായിട്ടും ഈ ഒരു ചേഞ്ച് നടക്കുന്നത്. ഇനി നമുക്കറിയാം ഗ്ലൈക്കോകോലിക്സ് എന്ന് പറയുന്നത് സെല്ലിലെ കോട്ടിംഗ് ആണ്. ഈ കോട്ടിംഗ് എന്താ ചെയ്യുന്നത്, ഈ മോണോസാക്രൈഡ് ഇൻഡസ്റ്റൈനൽ ലൂമനിലേക്ക് തിരിച്ചു വരുന്നത് പ്രിവെന്റ് ചെയ്യണം. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഡൈസാക്രൈഡുകളെ മോണോസാക്രൈഡ് ആയിട്ട് മാറ്റുന്നത് ഈ ബ്രഷ് ബോർഡഡ് സെൽസ് ാണ്. ഈ ബ്രഷ് ബോർഡഡ് സെൽസ് നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ വോളിലാണ് കാണുന്നത്. ഓക്കെ, പിന്നെ റിവോളിലാണ്. ഈ വോളിൽ നടക്കുന്ന ഈ ചേഞ്ച്, അതായത് മാൾട്ടൈസിനെ മോണോസാക്രൈഡ്സ് ആക്കി മാറ്റുന്ന ഈ ചേഞ്ചിന് ശേഷം ഈ മോണോസാക്രൈഡുകൾ തിരിച്ച് ലൂമനിലോട്ട് വരുന്നത് സെല്ലുകളുടെ കോട്ടിംഗ് ആയിട്ടുള്ള ഗ്ലൈക്കോകാലിക്സ് പ്രിവെന്റ് ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആയല്ലോ? ദ ഡിഫറെൻറ്റ് ഷുഗേഴ്സ് ആർ അബ്സോർബ്ഡ് അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്സ്. ഡിഫറെൻറ്റ് റേറ്റിലാണ് ഓരോ ഷുഗേഴ്സും അബ്സോർബ് ചെയ്യുന്നത്. മെയിൻലി ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദെയർ സൈസ്, മോളിക്കുലാർ കോൺഫിഗറേഷൻ. അപ്പോൾ മോളിക്കുലാർ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സൈസ് കൂടുതലുള്ളവയെ അബ്സോർബ് ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷെ സൈസ് കുറഞ്ഞത് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യും. നമുക്കറിയാവുന്ന ഒരു നോർമൽ ലോജിക്കാണ് അത്. അപ്പോൾ പെൻഡോസസ് ആർ അബ്സോർബ് മോർ റാപ്പിഡ്ലി ദാൻ ഹെക്സോസസ്. പെൻഡോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 5 കാർബൺ ഉള്ളതാണ് പെൻഡോസസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെറുതാണ് അല്ലേ. ഹെക്സോസസ് എന്ന് പറയുന്ന 6 കാർബൺ ഉള്ളത്. അപ്പോൾ പെൻഡോസസ് ആണ് കൂടുതലായിട്ടും ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യുക. ഇനി എമൗങ് ഹെക്സോസ്, ഗ്ലൂക്കോസ് ഈസ് അബ്സോർബ് മോർ റാപ്പിഡ്ലി ദാൻ അതേഴ്സ്. ഇനി ഹെക്സോസിൽ നോക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസ് ആണ് കുറച്ചും കൂടി റാപ്പിഡ്ലി അബ്സോർബ് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഗ്ലൂക്കോസ് ആണ്, അതുകൊണ്ടാണ് നമ്മുടെ ബ്ലഡ് ഷുഗർ ഗ്ലൂക്കോസ് ആയിരിക്കുന്നത്. അതിൻ്റെ അബ്സോർപ്ഷൻ കുറച്ചും കൂടി ഫാസ്റ്റ്ലി നടക്കുന്നത്, അതിൻ്റെ ഒരു ആക്ടിവിറ്റീസ് കൂടുതൽ ഫാസ്റ്റ്ലി നടത്തുന്നത് കൊണ്ടാണ് ബ്ലഡ് ഷുഗർ എപ്പോഴും ഗ്ലൂക്കോസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഗ്ലൂക്കോസ് ആണ് റെസ്പിറേറ്ററി സബ്സ്ട്രാറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഈസിനെസ് ആണ്, അതിനെ അബ്സോർബ് ചെയ്യാനും അതിനെ കൺവേർട്ട് ചെയ്യാനുമുള്ള ഒരു ഈസിനെസ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അബ്സോർപ്ഷൻ മെയിനായിട്ടും ഡിഫറെൻറ്റ് റേറ്റിലാണ് നടക്കുന്നത്. അതിന് മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്, സൈസും മോളിക്കുലർ കോൺഫിഗറേഷനും ആണ്. അപ്പോൾ സൈസ് കുറഞ്ഞത് കൂടുതൽ ഫാസ്റ്റായിട്ട് അബ്സോർബ് ചെയ്യും. ക്ലിയർ? ദെൻ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് അബ്സോർപ്ഷൻ പ്രിഫറൻസസ് ആണ്. നമ്മൾ കൂടുതലായിട്ടും ഹെക്സോസിൻ്റെ അബ്സോർപ്ഷൻ പ്രിഫറൻസ് നമുക്ക് അറിയണം. ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ഫ്രക്ടോസ്, മാനോസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ ഷുഗേഴ്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡീസ് നമുക്ക് ബയോകെമിസ്ട്രി ക്ലാസ്സസിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ ആയിരിക്കും ഏറ്റവും കൂടുതലായി നടക്കുക. ദെൻ അബ്സോർപ്ഷൻ പ്രിഫറൻസസ് ഓഫ് ഹെക്സോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ഫ്രക്ടോസ്, മാനോസ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നും ഇത് എവിടെയാണ് കാണുക എന്നുള്ളത് നമ്മൾ ബയോകെമിസ്ട്രി ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ഫ്രക്ടോസ്, മാനോസ് ആണ്. ആ ഒരു ഓർഡറിലാണ് അബ്സോർപ്ഷൻ പ്രിഫറൻസ് നടക്കുന്നത്. ദർ ഇസ് എ ഡയറക്റ്റ് റിലേഷൻസ് ബിറ്റ്വീൻ റേറ്റ് ഓഫ് ഷുഗർ അബ്സോർപ്ഷൻ ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് തൈറോക്സിൻ, പിറ്റ്യൂട്ടറി ഹോർമോൺസ്, ബി കോംപ്ലക്സ് വൈറ്റമിൻസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷനിൽ തൈറോക്സിൻ ആണ് നമുക്ക് ബേസിക് മെറ്റബോളിക് റേറ്റ് BMR കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ബേസിക് മെറ്റബോളിക് റേറ്റിൻ്റെ പാർട്ടായിട്ടാണ് നമുക്ക് ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ കൂടുതലായിട്ട് വേണ്ടതും ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്യണതും എനർജിയാക്കി മാറ്റണതും ഒക്കെ ബേസിക് മെറ്റബോളിക് റേറ്റിൻ്റെ പാർട്ടായിട്ടാണ് അല്ലേ. നമ്മളത് നമ്മുടെ തൈറോക്സിൻ്റെ ചാപ്റ്ററിൽ മീൻസ് കെമിക്കൽ കൺട്രോളും കോഡിലേഷനിൽ അവിടെ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ബേസിക് മെറ്റബോളിക് റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ് തൈറോക്സിൻ. അതേപോലെ തന്നെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്നതാണ് പിറ്റ്യൂട്ടറി ഹോർമോൺസ് എന്ന് പറയുന്നത്. ഗ്രോത്തും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റും ഒരുപാട് മറ്റ് ഹോർമോണുകളെ കൺട്രോൾ ചെയ്യുന്നതാണ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റിയും ഷുഗറിൻ്റെ അബ്സോർപ്ഷനിൽ മെയിനായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബി കോംപ്ലക്സ് വൈറ്റമിൻ, നമുക്കറിയാം ബി കോംപ്ലക്സ് വൈറ്റമിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻസിൻ്റെ ഒരു കോമ്പൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അവരുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത ആക്ടിവിറ്റീസാണ് നമ്മുടെ ഡൈജഷനായാലും നമ്മുടെ അബ്സോർപ്ഷനിലായാലും ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പല സമയത്തും ബി കോംപ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് അബ്സോർപ്ഷൻ ആക്ടിവിറ്റി പലപ്പോഴും കറക്റ്റായിട്ട് നടക്കാറില്ല അല്ലേ. അപ്പോൾ അതാണ് മെയിനായിട്ട് വരുന്നത്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് അബ്സോർപ്ഷൻ ഓഫ് പ്രോട്ടീൻസ് ആൻഡ് അമിനോ ആസിഡ്സ് ആണ്.
അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ഗ്ലൂക്കോസിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് മോണോസാക്രൈഡ്സും അതുപോലെ തന്നെ മോണോസാക്രൈഡ്സിൻ്റെ യൂണിറ്റുകളായിട്ടാണ് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നത്. ഡൈസാക്രൈഡും പോളിസാക്രൈഡ്സും ആണെങ്കിൽ അതിനെ മോണോസാക്രൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇതിനകത്ത് മെയിനായിട്ടും അവർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി അബ്സോർപ്ഷൻ പ്രിഫറൻസ് ഓഫ് ഹെക്സോസ് നോക്കുക. ഗ്ലൂക്കോസ് ആണ് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഗ്ലൂക്കോസ് കഴിഞ്ഞ് ഗാലക്ടോസ്, ഫ്രക്ടോസ്, മാനോസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഇനി റേറ്റ് ഓഫ് ഗ്ലൂക്കോസ്, റേറ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഓർ ഷുഗർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ മോളിക്കുലർ സൈസിനെയും മോളിക്കുലർ കമ്പോണൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ക്ലിയർ? ഇനി അടുത്താണ് നമ്മൾ പറയാൻ പോകുന്നത് അബ്സോർപ്ഷൻ ഓഫ് പ്രോട്ടീൻ ആൻഡ് അമിനോ ആസിഡ്സ് ആണ്. ഇൻ മോസ്റ്റ് കേസസ് protein are hydrolyzed into oligopeptides and amino acids prior to the absorption, so they are absorbed mostly as amino acids. അപ്പം ഇവിടെ എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ അബ്സോർപ്ഷന് മുമ്പായിട്ട് പ്രോട്ടീനെ ഒലിഗോപെപ്റ്റൈഡ്സും അതുപോലെ തന്നെ അമിനോ ആസിഡ്സും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒലിഗോപെപ്റ്റൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, പെപ്റ്റൈഡുകളായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രോട്ടീൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് യൂണിറ്റ് ആണ് അമിനോ ആസിഡ്. അപ്പോൾ അങ്ങനെയായിട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ അമിനോ ആസിഡുകളായിട്ടാണ് കൂടുതലായിട്ടും പ്രോട്ടീൻസിനെ നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യുന്നത്. They are the instance which proteins or polypeptides are absorbed innate with prior degradation. In this case with antibodies. Okay, ഇപ്പോൾ ചില കേസുകളിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അത് ഒരു കേസാണ് ആൻറ്റിബോഡികൾ അബ്സോർബ് ചെയ്യുന്ന ഒരു കേസ് വരുന്നത് കേട്ടോ. അതായത് അമിനോ ആസിഡുകളായിട്ട് മാറ്റാതെ തന്നെ ചില കേസുകളിൽ പ്രോട്ടീൻസോ പോളിപെപ്റ്റൈഡോ ആയിട്ട് തന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു കേസാണ് ആൻറ്റിബോഡികൾ. ആൻറ്റിബോഡികൾ പ്രോട്ടീൻസ് ആണെന്ന് നമുക്കറിയാലോ അല്ലേ. അപ്പോൾ ആൻറ്റിബോഡികളെ എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ ഈ ഡയറക്റ്റ് ആയിട്ട് തന്നെ അമിനോ ആസിഡുകളാക്കി മാറ്റാതെ ഡയറക്റ്റ് ആയിട്ട് തന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മുടെ ഓർമ്മയിൽ വെക്കണം കേട്ടോ. ആൻറ്റിബോഡികളെ ഡയറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇനി ഹ്യൂമൻ ഇൻഫൻസിൽ മിൽക്ക് പ്രോട്ടീൻ, എഗ് ആൽബുമിൻ ഇത് രണ്ടും ഡയറക്റ്റ്ലി ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസയിലോട്ട് പാസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഹ്യൂമൻ ഇൻഫൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിലെ ഡൈജഷനൊക്കെ പക്കായി വരാനായിട്ടൊരു 3 months സമയമൊക്കെ എടുക്കും. അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ അവർക്ക് ഡൈജഷൻ നടത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മിൽക്ക് പ്രോട്ടീനും എഗ് ആൽബുമിനും ഒക്കെ ഡയറക്റ്റ്ലി അവരുടെ ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസയിലേക്ക് പാസ് ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ ഒരു സിസ്റ്റം തന്നെ വരുന്നത്. അപ്പോൾ ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് പാസ് ചെയ്യും, ഇത് ബ്ലഡിലോട്ട് കടക്കുകയും ചെയ്യും. ഇനി സം അമിനോ ആസിഡ്സ് ലൈക്ക് അലാനിൻ, histidine, methionine and glycine are absorbed more easily as dipeptide, tripeptide rather than free amino acids. അപ്പം നമുക്കറിയാം 20 അമിനോ ആസിഡ്സ് ആണ് നമ്മുടെ കയ്യിൽ വരുന്നത്. ഈ അമിനോ ആസിഡുകളുടെ ഡീറ്റെയിലിംഗ് നമുക്ക് പ്രോട്ടീൻ്റെ ഡീറ്റെയിലിങ്ങിൽ പഠിക്കുമ്പോൾ നമ്മൾ അമിനോ ആസിഡുകളുടെ ഡീറ്റെയിലിംഗ് പഠിക്കണതാണ്. അപ്പോൾ അതിൽ തന്നെ വരുന്ന അമിനോ ആസിഡുകളാണ് അലാനിൻ, ഹിസ്റ്റിഡിൻ, മെത്തിയോണിൻ ആൻഡ് ഗ്ലൈസിൻ എന്ന് പറയുന്ന ഈ അമിനോ ആസിഡുകൾ. ഈ അമിനോ ആസിഡുകളെ അമിനോ ആസിഡുകളായിട്ട് തന്നെ അബ്സോർബ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റാവുന്നത് ഡൈപെപ്റ്റൈഡ്സും ട്രൈപെപ്റ്റൈഡ്സും ആയിട്ടാണ് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അമിനോ ആസിഡുകളെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റാവുന്നത് ഡൈപെപ്റ്റൈഡുകളും ട്രൈപെപ്റ്റൈഡുകളും. അതായത് ഏത് അമിനോ ആസിഡുകളാണ്? എല്ലാ അമിനോ ആസിഡുകളെ അല്ല. അലാനിൻ, ഹിസ്റ്റിഡിൻ, മെത്തിയോണിൻ, ഗ്ലൈസിൻ. അലാനിൻ, ഹിസ്റ്റിഡിൻ, മെത്തിയോണിൻ, ഗ്ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡുകളെ ഡൈപെപ്റ്റൈഡും ട്രൈപെപ്റ്റൈഡുകളും ആയിട്ടാണ് അബ്സോർബ് ചെയ്യുന്നത്. ദെൻ മാമലിയൻ ഇൻഫൻസിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അബ്സോർബ് ചെയ്യുന്നത് പീനോസൈറ്റോസിസ് ആണ്. പീനോസൈറ്റോസിസ് എന്ന് പറയുന്നത് എൻഡോസൈറ്റോസിസ് പോലെ തന്നെയാണ്. സെല്ലിൻ്റെ ഉള്ളിലേക്ക് സെല്ലെടുക്കുകയാണെങ്കിൽ ഈ സെല്ലിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കാവിറ്റി പോലെ വരികയും ഈ കാവിറ്റിയുടെ ഉള്ളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അബ്സോർപ്ഷൻ നടക്കുന്ന രീതിയിലാണ് ഈ പീനോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് പീനോസൈറ്റോസിസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് എൻഡോസൈറ്റോസിസ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് സാധനങ്ങൾ കടക്കുന്നത് അതേപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ നിന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ ഒരു വെസിക്കിൾ പോലെ ഡെവലപ്പ് ചെയ്യും, അതിൻ്റെ ഉള്ളിലേക്ക് സാധനങ്ങൾ കടക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പീനോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രോട്ടീൻ അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പീനോസൈറ്റോസിസ്. അപ്പം മാമലിയൻ ഇൻഫൻസിൽ മാത്രമാണ്
നമ്മുടെ ഹ്യൂമൻസിൻ്റെ നോക്കുകയാണെങ്കിൽ മാമലെ ഇൻഫൻസിൽ മാത്രമാണ് പ്രോട്ടീൻസ് ലാർജ് എമൗണ്ട് ആയിട്ട് ഡയറക്റ്റ്ലി അബ്സോർബ് ചെയ്യുന്നുള്ളൂ. അതിൽ തന്നെ മിൽക്ക് പ്രോട്ടീനും ആൽബുമിനും മാത്രമാണ് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യണതിൽ വരുന്നേ ഉള്ളൂ കേട്ടോ. ഇൻ മാമൽസ് ആൻറ്റിബോഡീസ് പാസ് ഫ്രം maternal blood to fetal blood through the placental membrane during intrauterine life. Similarly, they pass from mother's milk to infant through the intestinal mucosa during first few days of parturition. Okay. അപ്പോൾ ഇവിടെ മദേഴ്സ് മിൽക്ക് ഇൻഫൻറ്റിലോട്ട് ഇൻഡസ്റ്റൈനൽ മ്യൂക്കസിലൂടെ കടക്കും എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ആൻറ്റിബോഡീസ് ആയാലും മെറ്റേണൽ ബ്ലഡിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ദിസ് ഹാസ് ബീൻ ഷോൺ ഒക്കർ ഇൻ കൗ, ഹോഴ്സ്, ഗോട്ട്, ഷീപ്പ് ആൻഡ് പിഗ്. വെരി ഷോർട്ട്ലി ആഫ്റ്റർവേർഡ്സ് ഇൻഡസ്റ്റൈനൽ മ്യൂക്കസ ലോസ് ദെയർ പെർമിബിലിറ്റി ടു പ്രോട്ടീൻ. ഇനി ഇത് നമുക്ക് മാമൽസിൽ കൂടുതലായിട്ട് കാണാമെന്ന് പറഞ്ഞു. അതായത് ഡയറക്റ്റ് ആയിട്ട് ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസയിലേക്ക് മിൽക്ക് കടക്കുന്നത് ഇൻഫൻസിൻ്റെ. പക്ഷേ ഇവിടെ കുറച്ച് നാളത്തേക്ക് മാത്രമാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് അവർ പുറത്തുനിന്ന് ഫുഡ് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ പ്രോസസ്സ് പിന്നെ നടക്കില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ. Intestinal absorption of amino acids occurs by active and passive mechanism. All amino acids are absorbed by active transport. എല്ലാ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ നോർമൽ ആയിട്ട് വരുന്ന അമിനോ ആസിഡ്സുകൾ. ഏറ്റവും കൂടുതൽ കാണുന്നതും എല്ലാ അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ നമ്മൾ അമിനോ ആസിഡ്സുകളുടെ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് ഡീറ്റെയിലിംഗ് ചെയ്യാം. അപ്പോൾ ഏറ്റവും നിങ്ങൾ ഇത്രയും ഓർത്ത് വെക്കുക, എല്ലാ അമിനോ ആസിഡ്സ് ആണ് നമ്മുടെ കയ്യിൽ കൂടുതലായിട്ടും കാണുന്ന അമിനോ ആസിഡ്സ്. ഇത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ് അബ്സോർബ് ചെയ്യുന്നത്. ബട്ട് ദെയർ ഐസോമേഴ്സ് എന്ന് പറയുന്നതാണ് ഡി അമിനോ ആസിഡ്. ഇത് പാസീവ് ഡിഫ്യൂഷനിലൂടെയാണ് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ active absorption of amino acids involves a carrier mechanism depend on sodium and oxygen supply. Lack of oxygen supply in all probability adversely affects the active absorption. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് കരിയർ മെക്കാനിസത്തിനെയും അതുപോലെ തന്നെ സോഡിയം ഓക്സിജൻ സപ്ലൈനെയും ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇത് ഇവരുടെ സോഡിയം ഓക്സിജൻ സപ്ലൈ കുറയുകയാണെങ്കിൽ ഇത് ആക്റ്റീവ് അബ്സോർപ്ഷനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും. The rate of active absorption is much higher than the passive absorption. പാസീവ് അബ്സോർപ്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ ആക്റ്റീവ് അബ്സോർപ്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ പ്രോട്ടീൻസിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആക്റ്റീവ് അബ്സോർപ്ഷൻ ആണ്. The absorption of some amino acids is stimulated by simultaneous absorption of glucose. അപ്പോൾ അമിനോ ആസിഡ്സിൻ്റെ ഒരു അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷനുമായിട്ട് ചേർന്നിട്ടാണ് വരുന്നത്. അത് സൈമുൾട്ടേനിയസ്ലി നടക്കുകയാണ്. ദെൻ ഇത് കപ്പിൾഡ് ആക്ഷൻസ് ആണ്, കപ്പിൾഡ് ടുഗദർ. നമ്മൾ നേരത്തെ ഷുഗേഴ്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്റ്റീവ് അബ്സോർപ്ഷൻ ഓഫ് ഷുഗേഴ്സ് നടക്കുന്നത് കപ്പിൾഡ് വിത്ത് സോഡിയമാണ്. അതേപോലെ തന്നെ ഇവിടെ അമിനോ ആസിഡും ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷനും കപ്പിൾഡ് ട്രാൻസ്പോർട്ടായിട്ടാണ് നടക്കുന്നത്. അപ്പം അത് കുറച്ചും കൂടി അമിനോ ആസിഡിൻ്റെ ഒപ്പം തന്നെ ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ നടക്കുമ്പോൾ ഒരു കപ്പിൾ പ്രോസസ്സ് പോലെയാണ് അത് നടക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറൈഡ്സ് ആണ്. ഓക്കെ, രണ്ട് തിയറീസ് ആണ് ഇതിന് മെയിനായിട്ടും നമ്മൾ ഇവരുടെ അബ്സോർപ്ഷനെ ഫാറ്റി ആസിഡ്സിൻ്റെയും ഗ്ലിസറൈഡ്സിൻ്റെ അബ്സോർപ്ഷനെയും ബേസ് ആയിട്ട് നമ്മൾ പറയാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ലിപ്പോലൈറ്റിക് തിയറി, സെക്കൻഡ് വരുന്നതാണ് പാർട്ടീഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തിയറീസ് ആണ് മെയിനായിട്ട് പറയാം. ഒന്ന് ലിപ്പോലൈറ്റിക് തിയറി, രണ്ടാമത്തത് പാർട്ടീഷൻ തിയറി. അങ്ങനെ രണ്ടെണ്ണമാണ് പറയാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ലിപ്പോലൈറ്റിക് തിയറി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ലിപ്പോലൈറ്റിക് തിയറി ഈസ് lipids are hydrolyzed to fatty acids and glycerol during intestinal digestion. അപ്പം ഇവിടെ ലിപ്പിഡ്സ് എന്താ ചെയ്യുന്നത്, ഹൈഡ്രോലൈസ് ചെയ്യാണ്. എന്തിലേക്കാണ്? വളരെ സിംപ്ലസ്റ്റ് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ആയിട്ട് ഇൻഡസ്ട്രിയൽ ഡൈജഷനിൽ മാറുന്നു. ദീസ് ആർ സൂൺ അബ്സോർബ്ഡ് ഇൻ ടു ഇൻഡസ്ട്രിയൽ മ്യൂക്കോസ ആൻഡ് റീസിന്തസൈസ്ഡ് ഇൻ ടു ദി ഫാറ്റ്. അപ്പം ഇത് ഇൻഡസ്ട്രിയൽ മ്യൂക്കോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, ഇൻഡസ്റ്റൈൻ്റെ പുറത്ത് വരുന്ന മ്യൂക്കസിൻ്റെ കവറിങ്ങിനെയാണ് ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസ എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് അബ്സോർബ് ചെയ്യുകയും പിന്നീട് അതിനെ ഫാറ്റായിട്ട് റീസിന്തസൈസ് ചെയ്യാണ്, കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. From the mucosa, nearly 70% of fats enter into the lymph and remaining 30% enter into the bloodstream. അപ്പോൾ ഫാറ്റിൻ്റെ അബ്സോർപ്ഷൻ കൂടുതലായിട്ടും ലിംഫ് വഴിയാണ് നമ്മൾ നടക്കണതെന്ന് കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 10th. അപ്പം ഇവിടെ നമ്മൾ PGയിലോട്ട് എത്തുമ്പോൾ നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ആയി പഠിക്കുന്നു. നമ്മൾ പറയണത് എന്താ, ഒരു 70% ആണ് ലിംഫ് ത്രൂ അതിൻ്റെ ഒരു
പ്രോസസ്സിങ് നടക്കുന്നത്. ബാക്കി 30% എന്ന് പറയുന്നത് ബ്ലഡ് സ്ട്രീമിലോട്ടാണ്. ദാറ്റ് ഫാറ്റ് കണ്ടെയ്നിങ് ലിംഫ് ഹാസ് മിൽക്കി അപ്പിയറൻസ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് കൈലെ. ഓക്കെ, അപ്പോൾ കൈലെ എന്ന് പറയുന്ന ഒരു അപ്പിയറൻസ് ആണ് ലിംഫുള്ള ഒരു ഫാറ്റിനെ പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദി പാർട്ടീഷൻ തിയറി. അപ്പോൾ ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ലിപ്പോലൈറ്റിക് തിയറിയാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്, ലിപ്പിഡിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അക്കോർഡിംഗ് ടു ദ പാർട്ടീഷൻ തിയറി, ലിപ്പിഡ്സ് ആർ നോട്ട് കംപ്ലീറ്റ്ലി ഹൈഡ്രോലൈസ്ഡ് ഡ്യൂറിങ് ഇൻഡസ്ട്രൈനൽ ഡൈജഷൻ. അപ്പോൾ ഇവിടെ പാർട്ടീഷൻ തിയറിയിൽ ലിപ്പിഡ്സ് ഹൈഡ്രോലൈസ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ്ലി ഹൈഡ്രോലൈസ് ചെയ്യുന്നില്ല. പക്ഷേ ഇതൊരു പാർട്ടിലി ബ്രോക്കൺ ഡൗൺ ചെയ്യാണ് ചെയ്യുന്നത്. എന്തിലോട്ട്? മോണോഗ്ലിസറൈഡ്സും ട്രൈഗ്ലിസറൈഡായിട്ടും ഓർ ഫ്രീ ഫാറ്റി ആസിഡ്സും ഒക്കെ ആയിട്ടാണ് ഇത് പാർഷ്യലി അതിനെ ഹൈഡ്രോലൈസ് ചെയ്യുന്നുള്ളൂ, പാർഷ്യലി ബ്രോക്കൺ ചെയ്യുന്നുള്ളൂ. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹൈഡ്രോലൈസേഷൻ നടക്കുന്നില്ല. പക്ഷെ നമ്മുടെ ലിപ്പോലൈറ്റിക് തിയറിയിൽ പറയുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ്രോലൈസ് ചെയ്യുന്നുണ്ടെന്നാണ്. പക്ഷെ പാർട്ടീഷൻ തിയറിയിൽ പറയുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള എന്ത് നടക്കുന്നില്ല, ഹൈഡ്രോലൈസേഷൻ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. These undergo emulsification by complexing with the bile salts. Then ഈ പറഞ്ഞ പാർഷ്യലി ബ്രോക്കൺ ഡൗൺ ചെയ്ത മോണോ ഡൈഗ്ലിസറൈഡ്സ് ഓർ ഫ്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെ ഒരു എമൾസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ, എമൾസിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ, ഡൈജഷനിൽ പഠിച്ചതാണ്. അപ്പോൾ എമൾസിഫൈ ബൈൽ സാൾട്സ് വഴി അതിനെ എമൾസിഫൈ ചെയ്ത് എമൾസിഫൈഡ് ഗ്ലിസറൈഡ്സ് ആർ ഡയറക്ട്ലി അബ്സോർബ്ഡ് ഇൻ ടു ലിംഫ് ആൻഡ് എമൾസിഫൈഡ് ഫാറ്റി ആസിഡ്സ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദി ബ്ലഡ്. അപ്പോൾ എമൾസിഫൈഡ് ഗ്ലിസറൈഡ്സ് ലിംഫിലോട്ടും എമൾസിഫൈഡ് ഫാറ്റി ആസിഡ്സ് ബ്ലഡിലോട്ടും അബ്സോർബ് ചെയ്യണു എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം രണ്ട് തിയറിയാണ് പറയുന്നത്. ഒന്ന് ലിപ്പോലൈറ്റിക് തിയറി, രണ്ടാമത്തേത് പാർട്ടീഷൻ തിയറി. പാർട്ടീഷൻ തിയറിയിൽ എന്താ പറയുന്നത്, ലിപ്പിഡ്സ് കംപ്ലീറ്റ്ലി ഹൈഡ്രോലൈസ് ചെയ്യുന്നില്ല, അവരെന്താ ചെയ്യുന്നത്, അതിനെ മോണോ ഡൈഗ്ലിസറൈഡ്സ് ഫ്രീ ഫാറ്റി ആസിഡ്സിന് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു സംഭവത്തിനെ എമൾസിഫൈ ചെയ്യും, എന്ത് വെച്ചിട്ട്, ബൈൽ സാൾട്സ് വെച്ചിട്ട്. ഈ എമൾസിഫൈ ചെയ്ത ഗ്ലിസറൈഡിനെ ലിംഫിലോട്ടും എമൾസിഫൈഡ് ചെയ്ത ഫാറ്റിനെ ബ്ലഡിലോട്ടുമാണ് അബ്സോർബ് ചെയ്യുന്നത്. ഇനി fat absorption in human being is particular and in higher mammals in general. It's complicated 3 successive phase, namely lumen phase, penetration phase and intracellular phase. അങ്ങനെ 3 ഫേസിൽ കൂടിയാണ് ഇത് നടക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ലൂമൻ ഫേസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഫേസ് ഓഫ് ഹൈഡ്രോലിസിസ് ആൻഡ് മീസലെ ഫോർമേഷൻ ഇൻ ദ ഇൻഡസ്ട്രൈനൽ ലൂമൻ. അപ്പം നമ്മൾ ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ 10th പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ PG പഠിച്ചിട്ടുള്ളത്. മീസലെ ഉണ്ടാവും, ഇതിനെ കൈലോമൈക്രോണായിട്ട് കൺവേർട്ട് ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ 10th പഠിച്ചിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ അതാണ് നമ്മൾ ഇവിടെ വീണ്ടും പറയാൻ പോകുന്നത്. അപ്പം ഇതിന് ലൂമൻ ഫേസ് എന്നാണ് പറയുന്നത്. ലൂമൻ ഫേസിലാണ് ഹൈഡ്രോലൈസിസ് ചെയ്യുന്നതും മീസലെ ഫോർമേഷൻ നടക്കുന്നതും. ഓക്കെ, ഡ്യൂറിങ് ദിസ് fat, that is triglycerides in lumen of small intestine, is emulsified by bile salts and hydrolyzed by pancreatic and intestinal lipids and esterase. അപ്പോൾ ഈ ഒരു ഫേസിലാണ് ഫാറ്റിനെ എമൾസിഫൈ ചെയ്യുന്നതും ആരുടെ ഹെൽപ്പിലാണ് ഹൈഡ്രോലൈസ് ചെയ്യുന്നത്, പാൻക്രിയാറ്റിക് ഇൻഡസ്ട്രിയൽ ലിപ്പേസ് ആൻഡ് എസ്ട്രൈസ് വെച്ചിട്ടാണ്. ദിസ് റിസൾട്ട്സ് ദ ഫോർമേഷൻ ഓഫ് ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ ആൻഡ് മോണോ ആൻഡ് ഡൈഗ്ലിസറൈഡ്സ് ഇൻ ദ ഫോം ഓഫ് കോ സസ്പെൻഷൻ. അപ്പം ഈ ഒരു പറയുന്ന ഫാറ്റിനെ എമൾസിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ അതെന്തായി മാറുക ചെയ്യുന്നത്, ഫാറ്റി ആസിഡും ഗ്ലിസറോളും അതേപോലെ തന്നെ മോണോ ആൻഡ് ഡൈഗ്ലിസറൈഡ്സ് ആയിട്ടാണ് മാറുന്നത്. അതൊരു സസ്പെൻഷൻ പോലെയാണ് വരുന്നത്. ദെൻ ഇതിനകത്ത് തന്നെ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് വളരെ ലോങ് ചെയിൻ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ആയിരിക്കും. ഗ്ലിസറോള് വാട്ടർ സോലുബിൾ ആയിരിക്കും. ദേ ആർ ഡയറക്ട്ലി അബ്സോർബ്ഡ് ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ. ഇനി ഗ്ലിസറോൾ എന്ന് പറയുന്നത് വാട്ടർ സോലുബിൾ ആയിരിക്കും, ഇത് ഡയറക്ട്ലി അബ്സോർബ് ചെയ്യുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ്. Long chain fatty acids and monosaccharides and diglycerides are absorbed by the different mechanism with the help of bile salts. Bile salts form water soluble spherical aggregates called micelle. അപ്പോൾ മീസെല്ലെ ഫോർമേഷൻ ഒക്കെ നമുക്ക് അറിയാലോ അല്ലേ. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ബൈൽ സാൾസുമായിട്ട് ചേർന്നിട്ട് ഒരു സ്പിരിക്കൽ അഗ്രിഗേറ്റ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് മീസെല്ലെ എന്ന് പറയുന്നത്. ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറൈഡ്സ് ഡിസോൾവ് ഇൻ സെൻറ്റർ ഓഫ് മീസെല്ലെ. അപ്പോൾ ഈ ഫാറ്റി ആസിഡ്സിനും ഗ്ലിസറോളിനും
മീസെല്ലേസിന്റെ സെന്ററിൽ, മീസെല്ലേ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അഗ്രഷൻ, നമ്മൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കണം, ഇങ്ങനെ ഒരു ചെറിയ അഗ്രഷൻ പോലെ ഇത് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലേ. ഫാറ്റി ആസിഡ്സും ഗ്ലിസറോൾസും എല്ലാം കൂടെ ചേർന്ന്, വൈൽസാൾസും എല്ലാം കൂടെ ചേർന്ന് ചെറിയ ചെറിയ ഗ്ലോബ് പോലെ, ചെറിയ ചെറിയ മോളിക്യൂൾസ് പോലെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോളുകൾ പോലെ, ഉണ്ടകളൊക്കെ പോലെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് മീസെല്ലേസ് എന്ന് പറയുന്നത്. ദെൻ മീസെല്ലെ ക്യാരി ദം ടു എപ്പിത്തീലിയൽ സെൽസ് ഓഫ് വില്ലേ. അപ്പൊ മീസെല്ലെ ആണ് വില്ലയുടെ എപ്പിത്തീലിയൽ സെൽസിലോട്ട് വരുന്നത് after emulsification. On coming in the contact with the surfaces of epithelial cells, fatty acids and glycerides diffuse into the cell, leaving behind the mesellae. അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻഡസ്റ്റൈനൽ വില്ലയുടെ എപ്പിത്തീലിയൽ സെൽസുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഫാറ്റി ആസിഡ്സും ഗ്ലിസറൈഡ്സും എന്ത് ചെയ്യുക ചെയ്യുന്നത്, ഉള്ളിലേക്ക് കടക്കുകയും മീസെല്ലേസിനെ ലീവ് ചെയ്യുകയും ചെയ്യും. മീസെല്ലേസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് എന്താണ്, ബൈൽ സാൾട്ടിന്റെ ഒരു കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അതിൻ്റെ ആവശ്യമില്ല, ഓൺലി ഫാറ്റി ആസിഡ്സും ഗ്ലിസറൈഡ്സും ഇൻഡസ്റ്റൈൻ്റെ എപ്പിത്തീലിയൽ സെൽസിലോട്ട്, മീൻസ് മൈക്രോവില്ലയുടെ എപ്പിത്തീലിയൽ സെൽസിലോട്ട് കടക്കുക ചെയ്യുന്നത്. ദ മീസെല്ലേസ് റിട്ടേൺസ് ടു ദി ഇൻഡസ്റ്റൈനൽ റൂം ആൻഡ് റിപ്പീറ്റ്ലി ക്യാരി ദി ഫ്രീയിങ് ഫങ്ഷൻസ്. ഈ മീസെല്ലെ, അതായത് നമ്മുടെ ഈ പറയുന്ന ബൈൽ സാൾട്ടും മറ്റ് എൻസൈംസുകളോട് കൂടി ചേർന്നിട്ടുള്ള ഈ മീസെല്ലെ എന്താ ചെയ്യുന്നത്, തിരിച്ച് ലൂമനിലോട്ട്, ഇൻഡസ്റ്റൈനൽ ലൂമനിലോട്ട് അല്ലെങ്കിൽ ഇൻഡസ്റ്റൈൻ്റെ ഇങ്ങനെ പറയുന്ന ഈ ഒരു ക്യാവിറ്റിയിലോട്ട് അവർ റിട്ടേൺ വരും. ഈ ബാക്കി ഉള്ളത് നമ്മുടെ മൈക്രോവില്ലെ, ഇങ്ങനെ നിൽക്കുന്ന മൈക്രോവില്ലയുടെ ഉള്ളിലോട്ട് അത് കടക്കുകയും ചെയ്യും. Occasionally, most of the bile salts may be absorbed from the intestinal lumen back to the bloodstream. Blood will return them to the liver for the resecretions. Okay, അപ്പോൾ ഈ പറയുന്ന ബൈൽ സാൾട്ടിനെ പിന്നീട് ബ്ലഡ് സ്ട്രീമിലോട്ട് അബ്സോർബ് ചെയ്യും, ഇതിനെ ലിവറിലൂടെ റീസെക്രേഷൻസിലൂടെ വിടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം അതാണ് ബൈലാണ് പിന്നീട് കൺവേർട്ട് ചെയ്യുന്ന ബിലിറൂബിൻ, ബൈലിൻ്റെ കുറച്ച് പ്രോസസ്സുകൾ അവിടെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പം അത് നടക്കുന്നത് ലിവറിൻ്റെ ഉള്ളിലാണ് അല്ലേ. ദിസ് സൈക്കിൾ ഈസ് കോൾഡ് എൻഡറോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ. അപ്പം നമുക്കറിയാം എൻഡറോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ, ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇത് വളരെ എല്ലായിടത്തേക്കും കണക്ട് ചെയ്യാതെ കുറച്ച് സ്ഥലങ്ങളെ മാത്രം കണക്ട് ചെയ്യുന്നതാണ് ഹെപ്പാറ്റിക് സർക്കുലേഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇത് എൻഡറോ ഹെപ്പാറ്റിക് സർക്കുലേഷനിലാണ് ഈ പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതായത് ബൈലിനെ റിട്ടേൺ ബ്ലഡിലോട്ട് എടുക്കുന്നതും ഈ ബ്ലഡിനെ ലിവറിലോട്ട് കണക്ട് ചെയ്യുന്നതും ലിവറിൽ ഇതിനെ റീസെക്രീറ്റ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, within the epithelial cells of mono and diglycerides undergo final hydrolysis forming a fatty acids and glycerol. അപ്പോൾ ഇനി എപ്പിത്തീലിയൽ സെൽസിൻ്റെ ഉള്ളിൽ ഇവരെ ഫ്രീ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്, ഫൈനലി ഹൈഡ്രോലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇൻഡസ്റ്റൈനിലെ വില്ലയുടെ ഉള്ളിലോട്ടാണ് ഇതിൻ്റെ ഒരു അബ്സോർഷൻ നടക്കുന്നത്.